പ്രസംഗം ശരിക്കൊരു ഡ്രൈവിംഗ് പോലെയാണ്. ലൈസൻസ് ഉണ്ട്, വാഹനം ഓടിക്കാൻ കഴിയും, നല്ല എക്സ്പേർട്ടായ ഡ്രൈവറാണ്, എങ്കിൽ പോലും ശ്രദ്ധ വേണം. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഇതുപോലെയാണ് പ്രസംഗിക്കാൻ എത്ര കഴിയുമെങ്കിലും ശ്രദ്ധിച്ച് സംസാരിക്കണം. അശ്രദ്ധയോടെ സംസാരിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. പ്രസംഗത്തിന് 5 wives and 1 husband എന്നൊരു തിയറി ഉണ്ട്. വൈഫിൻ്റെ ആദ്യ അക്ഷരം W ആണല്ലോ. അപ്പോൾ ആ Wയിൽ ആരംഭിക്കുന്ന ചില കാര്യങ്ങൾ, 5 കാര്യങ്ങൾ. ഒന്നാമത്തെ W വാട്ട്, എന്ത്, വിഷയം എന്ത്, വാട്ട് ടു സ്പീക്ക്, എന്താണ് സംസാരിക്കേണ്ടത്. പ്രസംഗിക്കാൻ പോകും മുമ്പ് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം പ്രഭാഷകന്. തൻ്റെ വിഷയം എന്താണ്, വിഷയത്തിൽ അഗാധമായ ജ്ഞാനം ഉണ്ടാകണം, വിഷയത്തിൽ നല്ല അറിവുണ്ടായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രസംഗ പേടി സഭാകമ്പൊക്കെയാണ് വേഗം മാറും. പക്ഷേ വിഷയത്തിൽ അറിവില്ലാത്തതാണ് പല ആളുകൾക്കും സംസാരിക്കാനുള്ള, പ്രസംഗിക്കാനുള്ള പ്രയാസം. വിഷയത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ പുറത്തു വരുള്ളൂ. അതുകൊണ്ട് സബ്ജക്റ്റ് വാട്ട് ടു സ്പീക്ക്, വിഷയം എന്താണ്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം ഒരു പ്രഭാഷകന് പ്രസംഗിക്കാൻ പോകുമ്പോൾ. രണ്ടാമത്തെ W ഏതാ, വൈ ടു സ്പീക്ക്, എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കണം, എന്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. മൂന്നാമത്തത് വെൻ ടു സ്പീക്ക്, എപ്പോൾ പ്രസംഗിക്കേണ്ട സമയം, എപ്പോൾ ആരംഭിക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം, എത്ര സമയം പ്രസംഗിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. വെൻ ടു സ്പീക്ക്. അടുത്തത് വേർ ടു സ്പീക്ക്, എവിടെ സംസാരിക്കേണ്ട സ്ഥലം, അവിടുത്തെ അവസ്ഥകൾ, അവിടുത്തെ സാഹചര്യം, ഇതിനെക്കുറിച്ചും ബോധ്യം ഉണ്ടാവണം. ഏറ്റവും അവസാനം ഹൂം ടു സ്പീക്ക്, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്, എൻ്റെ ഓഡിയൻസ് കുട്ടികളാണോ, യുവാക്കളാണോ, സ്ത്രീകളാണോ, ഇതിനെക്കുറിച്ച് ചിന്തയുണ്ടാവണം. തൻ്റെ ഓഡിയൻസിനെ കുറിച്ച്, ശ്രോതാക്കളെക്കുറിച്ചുള്ള ഒരു ബോധ്യം പ്രഭാഷകനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഉണ്ടാവണം. പിന്നെ ഏറ്റവും അവസാനമായി ഹസ്ബൻഡിലെ ആണല്ലോ, ഹൗ ടു സ്പീക്ക്, എങ്ങനെ സംസാരിക്കണം. ഓരോ പ്രസംഗത്തിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. സ്വാഗതം എങ്ങനെ, ആശംസ എങ്ങനെ, ഉദ്ഘാടനം എങ്ങനെ. അപ്പോൾ എൻ്റെ പ്രസംഗം ഏതാണ്, ഉദ്ഘാടനമാണോ, അത് എങ്ങനെയാണ്, ഒരു ഉദ്ഘാടനത്തിൻ്റെ രീതി എങ്ങനെയാണ്, മുഖ്യപ്രഭാഷകനാണോ, അതെങ്ങനെയാണ്, കൃത്യമായിട്ട് അതിൻ്റെ തുടക്കം, വിഷയം, ഉപസംഹാരം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും അവസാനമായിരിക്കണം പ്രസൻറ്റേഷൻ. PPP, പ്രിപ്പറേഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രസൻറ്റേഷൻ. നന്നായിട്ട് ഒരുങ്ങുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും അവസാനം പ്രസൻറ്റ് ചെയ്യുക. ഒരു സംശയവുമില്ല, നമുക്കൊക്കെ പ്രസംഗിക്കാൻ പറ്റും.